രോഹിത്തേട്ട അംബാന നായകനാക്കി രംഗണ്ണൻ കോടികൾ വാരിയെറിഞ്ഞ് ഒരു പുതിയ സിനിമ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, കൊണ്ടുവരാൻ പോവുകയാണ്. വാലന്റൈൻസ് ഡേക്കാണ് പുറത്ത് എത്തുന്നത് നമ്മുടെ മുന്നിലേക്ക്. പടത്തിന്റെ പേര് വളരെ മനോഹരമായിരിക്കുന്നു. പൈങ്കിളി. ക്രിഞ്ചാണ് എന്ന് യുഎസ് എല്ലാം പറയും. ഇത് പറയുമ്പോഴാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരാളൊരു സിനിമ കണ്ടിട്ട് വന്നത്, പേര് ഞാൻ പറയുന്നില്ല, എന്നിട്ട് പടം ഭയങ്കര ക്രിഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പടം കണ്ടിട്ട് വന്ന് ചോദിച്ചു, നീ എന്താ അത് ക്രിഞ്ചാന്ന് പറഞ്ഞേ, ഈ ക്രിഞ്ചിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് ക്രിഞ്ചിന്റെ അർത്ഥം അറിയത്തില്ല, അർത്ഥം മാറിയാണ് പറഞ്ഞത്. എന്തായാലും പടം ഭയങ്കര പൈങ്കിളിയാണ് എന്ന് പറയാറുണ്ട് പല പ്രണയാർദ്രമായ സിനിമകൾ. പക്ഷെ ഇത് കാര്യം അത്ര പൈങ്കിളി അല്ല, ക്രിഞ്ചാവില്ല. കാര്യം എന്താണെന്നറിയോ, ഇതിന്റെ പടത്തിന്റെ പ്രൊഡ്യൂസറുടെ പേര് തന്നെയാണ് ഇത് പടം നൽകുന്ന പ്രതീക്ഷ. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, അർബൻ അനിമൽസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. ആരാണ് ജിത്തു മാധവൻ? ജിത്തു മാധവൻ നമ്മുടെ ആവേശം സിനിമയുടെ ആവേശം, രോമാഞ്ചം, തൊട്ടതെല്ലാം പൊന്നാക്കിയ ജിത്തു മാധവൻ. അതിനേക്കാൾ പ്രത്യേകതയുണ്ട്, ജിത്തു മാധവൻ തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അംബാനെ ഹിറ്റാക്കിയ രംഗണ്ണനും അംബാനെ എഴുതി ഉണ്ടാക്കിയ ജിത്തുവും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ജിത്തു സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമ. അതിനേക്കാൾ ഉപരി എനിക്ക് ഈ സിനിമയോടുള്ള കണക്ഷൻ, ഇതിന്റെ ഡയറക്ടറുടെ പേരാണ് ശ്രീജിത്ത് ബാബു. ആരാണ് ശ്രീജിത്ത് ബാബു? ശ്രീജിത്ത് ബാബു വന്നുപോയ, മുഖം കാണിച്ചു പോയ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. മഹേഷിന്റെ പ്രതികാരം, രോമാഞ്ചം, RDX, ആവേശം, അങ്ങനെ തുടങ്ങി, ഗപ്പി, അമ്പിളി, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങി ശ്രീജിത്ത് ബാബുവിന്റെ മുഖം വന്നിട്ടുള്ള മുഴുവൻ സിനിമകളും ബമ്പർ ഹിറ്റുകളായിരുന്നു മലയാളത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നു ശ്രീധരൻ 10-20 പടങ്ങൾ അസോസിയേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ഒരാളാണ്. കുറേ പടങ്ങളിൽ ചീഫായിരുന്നു. എനിക്ക് 10ഓളം പടങ്ങളിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. 20ഓളം സിനിമകളിൽ നല്ല വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പല സിനിമകളിലും പല ലുക്കിൽ വന്നതുകൊണ്ട് പലപ്പോഴും അത് ഇന്ന ആളാണോ എന്ന് തിരിച്ചറിയാൻ മായാനദിയിലൊക്കെ പാടുണ്ട്. പക്ഷേ നോക്കൂ, അദ്ദേഹത്തിന്റെ സിനിമ വരുന്നു. അപ്പോൾ ശ്രീജിത്ത് ബാബു നമ്മുടെ സ്റ്റുഡിയോയിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്താണ്, ഒക്കെയാണ്. പക്ഷേ ഈ സിനിമ ഫെബ്രുവരി 14 ശ്രീജിത്ത് ബാബു എന്ന് പറയുമ്പോൾ കാണികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എത്രത്തോളം അദ്ദേഹത്തെ മനസ്സിലാവും അറിയില്ല. നമ്മുടെ മഹേഷിന്റെ പ്രതികാരം സിനിമയില് മഹേഷ് ലൂണാർ വാങ്ങാൻ പോകുമ്പോ അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പ് കടക്കാരൻ ബിനോയ്. അത് ബിനോയ് മാത്രമല്ല, ആ ക്യാരക്ടറിനെ പലപ്പോഴും ഈ ട്രോളന്മാർ കൊണ്ടുപോയിട്ടുണ്ട്, മീമി ഉണ്ടാക്കി. അതായത് ഫഹദ് ഫാസിലിനോട് ഇന്നയാളുടെ മോളുടെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടമുണ്ട്. ആ നോട്ടം പലപ്പോഴും ട്രോളന്മാരെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, പോത്തട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞ് വന്ന സാധനമാണ് ചരമക്കോളം വായിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്ന ബിനോയ്. ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പം ആ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന സിനിമ നോക്കൂ. ഞാൻ പൈങ്കിളിയെ പറ്റി അല്ല സംസാരിക്കാൻ ഇവിടെ ഇരിക്കുന്നത്. പൈങ്കിളി ഒരു വിഷയമാണ്, ഏറെ സന്തോഷകരമായ ഒരു സംഭവം. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ, നമ്മളോട് അത്രയും അടുപ്പമുള്ള ഒരാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുകയും വലിയ എന്തൊക്കെയോ ആണെന്നുള്ള താറചാടകളൊക്കെ കാണിച്ച് നടക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ അനുപമേ, ഞാൻ 2ാം ക്ലാസ്സിൽ മേലില സ്കൂളിൽ പഠിക്കുമ്പോൾ, മേലില ഗവൺമെൻറ് UP സ്കൂളിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ്സ് ആയ കുറേ ചേട്ടന്മാർ ചേർന്നിട്ട് മിമിക്രി നാടകമൊക്കെ കളിക്കും. അതിലെപ്പോഴും കൈയടി വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, പൊതുവെ ഇച്ചിരി ഉയരമൊക്കെ കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ. അന്ന് ഞാൻ കണ്ട 7ാം ക്ലാസ്സുകാരൻ ഇന്നൊരു സംവിധായകന്റെ കുപ്പായം അണിഞ്ഞ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല. പലരും എറണാകുളത്ത്, ശ്രീജിത്ത് ബാബുവും എറണാകുളത്ത് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോ ചർച്ചകളൊക്കെ വരുമ്പോൾ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ശ്രീജിത്ത് എന്താ സിനിമ ചെയ്യാത്തെ? 10-20 വർഷമായില്ലേ ഇവിടെ അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റന്റും ആയിട്ടൊക്കെ നടക്കുന്നത്. അന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി ഉണ്ട്, വെറുതെ ഒരു സിനിമ ചെയ്യാനായിരുന്നെങ്കിൽ പുള്ളിക്ക് എന്നെ ആകാമായിരുന്നു. 2-3 സിനിമകളിലൊക്കെ അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റന്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്തിട്ട് സിനിമകളൊക്കെ അനൗൺസ് ചെയ്ത് സിനിമകളൊക്കെ ഇറക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില സിനിമകളൊക്കെ ഹിറ്റാണ്, ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കാത്തിരിക്കുന്നത് മറ്റെന്തിനോ വേണ്ടി. അദ്ദേഹത്തിന്റെ കാത്തിരിപ്പാണ്, 20 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രയത്നമാണ്, കഷ്ടപ്പാടാണ്. നോക്കൂ, ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? ഫഹദ് ഫാസിലിന്റെ പ്രൊഡക്ഷൻ, ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ്, ജനമനസ്സുകളിൽ കയറി അംബാൻ നായകനാകുന്ന ആദ്യത്തെ സിനിമ. ഭാവന സ്റ്റുഡിയോസ് ആണ് പടം ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ഒന്നും കാണാതെ ആ പടം എടുക്കില്ല. ഫഹദ് ഫാസിൽ പടം മുടക്കണമെങ്കിൽ ഒന്നും കാണാതെ ആ പടം
ത്തിന് പണം മുടക്കില്ല, ഫസൽ അഭിനയിക്കുന്നില്ല. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ജിത്തുമാധവൻ 2 സിനിമകൾ സ്ക്രിപ്റ്റ് എഴുതി ഹിറ്റാക്കി, ബമ്പർ ഹിറ്റാക്കിയിട്ടിരിക്കുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ ശ്രീജിത്ത് ബാബു എന്ന് പറയുന്ന ഡയറക്ടറോട് ജിത്തു മാധവനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് ശ്രീജിത്ത് ഏട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്നൊരു കോൺഫിഡൻസ്. ഈ സിനിമ ഒരുപാട് മലയാള സിനിമയുടെ പല ജോണറുകളിലായി ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തികച്ചും വ്യത്യസ്തമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മനോഹരമായ ഒരു പ്രണയ സമ്മാനമാകാം ഈ സിനിമ. അല്ലെങ്കിൽ ഇത് വാലന്റൈൻസ് ഡേക്ക് കൊണ്ടുവന്ന് ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീധരനോട് സംസാരിച്ചപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒക്കെ പകുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഫെബ്രുവരി 14 വരെ ഇത് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഒന്ന് മലയാളിക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പാട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ അതിന്റെ ഹിന്റൊക്കെ കിട്ടുമോ എന്നറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അനുപമ സിനിമാ വിദ്യാർത്ഥിനിയായി അല്ലേ? സിനിമയാണ് താങ്കൾ പഠിച്ചത്. താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും സിനിമയുണ്ട്. +2 കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്റേൺഷിപ്പിന് വന്നിരിക്കുന്നവരോട് നമ്മൾ ഈ ഷൂട്ടിന് മുമ്പ് എന്താ ചോദിച്ചേ, ഈ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാതിരിക്കാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചവരാണോ നിങ്ങളെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. കാര്യം സിനിമ എന്നൊക്കെ വെറുതെ പറഞ്ഞെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാതിരിക്കാൻ വേണ്ടി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ കോയമ്പത്തൂരിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ ഞാൻ. ഓക്കെ. പക്ഷെ സിനിമ നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ്. ഐ മീൻ ഒരു സിനിമ ചെയ്യുക. പക്ഷെ എൻ്റെ കോൺഫിഡൻസ് എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായി, അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ടായി. സീരിയസ്ലി ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ആരും സിനിമയ്ക്ക് പിന്നാലെ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കും എവിടെയെങ്കിലും ഒക്കെ എത്താമായത്. ഈ മനുഷ്യനൊക്കെ അനുഭവിച്ച യാതനകൾ, വേദനകൾ നമുക്കറിയാം. +2 കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് എത്തുക എന്ന മോഹവുമായി ചാനൽ മിനി സ്ക്രീൻ മേഖലയിലേക്ക് പോയ ഒരു ശ്രീജിത്ത് ബാബുണ്ട്. എന്നോട് കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശ്രീധര ഈ കഥകൾ ആദ്യമായി ഒരു ഇൻ്റർവ്യൂ ആയി ഞങ്ങളുടെ ചാനലിൽ ചെയ്യണം. നിങ്ങൾ ഈ പടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എണ്ണം പറഞ്ഞ മുൻനിര മാധ്യമങ്ങളും അല്ലെങ്കിൽ ഓൺലൈനിലെ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന മുൻനിര ഓൺലൈൻ ചാനലുകളും ഒക്കെ വരും. പക്ഷേ ശ്രീധരൻ ഈ കഥ പറയണം ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലെന്ന് പറയണം. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആ പുള്ളിയെ വിളിച്ചു ചോദിച്ചു, എന്നാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? പറഞ്ഞ് ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, കാര്യം ഞങ്ങൾ തമ്മിൽ ഇരുന്നാൽ അത് ഇൻ്റർവ്യൂ ആവില്ല, അതൊരു കാഷ്വൽ ടോക്ക് മാത്രമായിരിക്കും. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ശ്രീധരൻ പേരും കുറേ കഥകൾ അദ്ദേഹത്തിന് വന്ന വഴിയിലെ കഥകൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ ഇതൊരു റിയൽ ലൈഫ് മോട്ടിവേഷനാണ്. കാരണം 20 വർഷത്തെ ഒരു മനുഷ്യന്റെ അധ്വാനം, 20 വർഷത്തെ അധ്വാനം സിനിമയാവുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. 20 വർഷം ഒരു സംവിധായകനാകാൻ വേണ്ടി കുറുക്ക് വഴികൾ തേടാതെ നേർവഴിക്ക് സഞ്ചരിച്ചൊരു മനുഷ്യൻ, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. വെറുതെ ഒരു ഇത്രയും പടങ്ങൾ ചീഫ് ചെയ്ത ഇത്രത്തോളം താരങ്ങളുമായി ബന്ധമുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്യാനാണെങ്കിൽ 5 കോടിയോ 10 കോടിയോ ഒക്കെ മുടക്കാൻ ആളുകളെ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ലായിരുന്നു. ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ നല്ല സിനിമ നല്ല ബാനറുകൾ ചെയ്യണമെന്ന് അതിനുവേണ്ടി കാത്തിരുന്നു. ഏറ്റവും നല്ല മലയാളത്തിലെ ഏറ്റവും നല്ല ബാനർ അനുപമ തുടക്കത്തിൽ പറഞ്ഞു, അമ്പാന് വേണ്ടി കോടികൾ വാരി എറിഞ്ഞു ഫഹദ്. അങ്ങനെ കോടികൾ വാരി എറിഞ്ഞൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നും അല്ലത്, മാന്യമായ ഒരു ബഡ്ജറ്റുള്ള ഒരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഇതൊരു കൂട്ടുകെട്ടിന്റെ കൂടി വിജയമാണ്. ഇതൊരു കൂട്ടുകെട്ടിന്റെ കൂടി വിജയം. നോക്കൂ, സജിൻ ഗോപു എന്ന് പറയുന്ന നടൻ മലയാളത്തിലെ ചുരുളിയിലും ഈ പറയപ്പെടുന്ന ആവേശത്തിലുമൊക്കെ സ്വാതി പെർഫോമൻസ് കാഴ്ചവെച്ചു. ആരും പ്രതീക്ഷയില്ല ഈ പുള്ളി ഒരു നായകനായിട്ട് ഇപ്പൊ എൻട്രി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, അദ്ദേഹത്തിന് വേണ്ടി ജിത്തു തന്നെ കഥ എഴുതുന്ന ഒരു സിനിമ. രോമാഞ്ചത്തിലും സജിൻ ഗോപു ചെയ്ത വേഷങ്ങളും ഈ പറയപ്പെടുന്ന അപ്പിയറൻസ് കൊണ്ട് തിരിച്ചറിയാൻ പാടാം. അവർ അത്രയും ഹിറ്റ്, ആ കഥാപാത്രങ്ങൾ അത്രയും ഹിറ്റായത് കൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നായകനാക്കി ആ 2 സിനിമകളുടെ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഒരു കഥ എഴുതി തിരക്കഥ എഴുതുന്നു. അത് അവർക്കൊപ്പം തന്നെ ആ സിനിമയിൽ അഭിനയിച്ച അല്ലെങ്കിൽ ആ ഡയറക്ഷൻ പാർട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു. ആ ഹിറ്റായ സിനിമയുടെ നായകൻ അതിനുവേണ്ടി പണം മുടക്കും. ഇതൊരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പം ആ വിജയം ഫെബ്രുവരി 14 മലയാള തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മലയാളത്തിലെ മുൻനിര സംവിധായകന്മാരുടെ പട്ടികയിലേക്ക് ഒരു കസേര വലിച്ചിട്ട് ശ്രീജിത്ത് ബാബുവും കൂടി ഇരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അതിനുമപ്പുറത്തേക്ക് നാളെ ഇപ്പം ഞാനിത് പറയുമ്പോൾ വളരെ വൈകാരികമായി പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ നാട് ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ്. ശ്രീകണ്ഠൻ നായരെയും ബൈജുജി മേലെയും പോലെയൊക്കെ പേരുകൾ പറഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ വിട്ടുപോകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പം അവിടെ നിന്ന് ഒരു സംവിധായകൻ വരുമ്പോൾ നമുക്ക് വൈകാരികമായ അടുപ്പമുണ്ട്. സിനിമയിലേക്ക് എത്താൻ കുറുക്ക് വഴികളൊന്നുമില്ല, നേർവഴികൾ മാത്രമേ ഉള്ളൂ എന്ന്
ജീവിതം കൊണ്ട് തെളിയിക്കുന്നു ശ്രീജിത്ത് ബാബു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ നിമിഷം പറയാതെ പോകാൻ പറ്റില്ല. ചെറുതെങ്കിലും ഒരു വേഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ഞാൻ ഒഴുക്കിയിട്ടില്ല, ഒരു മണിക്കൂർ പോലും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ എന്നെ വിളിച്ച് എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ സ്വപ്നം ഇതാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഒരു പ്രമുഖമായ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ നായികാവേഷം ചെയ്യുന്ന ഒരു സിനിമയിൽ വിളിച്ച് ഒരു സീനിൽ ശ്രീധർ എടാ ഇത് നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യ് എന്ന് പറഞ്ഞ് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തൊരു പടം. ഞാൻ പോയി ചെറുതെങ്കിലും ഒരു വേഷം, മഞ്ജു വാര്യരുടെ മുഖത്ത് നോക്കിയൊരു ഡയലോഗ്, സൗബിൻ്റെ മുഖത്ത് നോക്കിയൊരു ഡയലോഗ് പറയാൻ സാധിച്ചു. അതിനുള്ള നന്ദി ഇപ്പം രേഖപ്പെടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് രേഖപ്പെടുത്താൻ പറ്റുക? ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ പുള്ളി വിളിച്ചിട്ട് ഇതിനാണോ എന്നെ വിളിച്ചത്? കാരണം എനിക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നത് അതിനുശേഷം, ഈ ഷൂട്ടിന് ശേഷം വേറൊരു ദിവസം ശ്രീധരൻ വിളിച്ചിട്ട് നീ നാളെ ഒന്ന് വരണം, അവിടെ ഒരു ഉത്സവമാണ്, അവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, നമുക്ക് പിടിക്കാം, നീ വരൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് മലയാളത്തിൽ അത്യാവശ്യം സീരിയലുകളിലൊക്കെ 10-400 എപ്പിസോഡൊക്കെ ചെയ്തിരിക്കുന്ന ഒരു യുവനടൻ, സീരിയലിലൊക്കെ അവരിക്കുന്ന നടനാണ്. അത്ര വലിയ ഫേമസ് ഒന്നുമല്ല. അവൻ എൻ്റെ കൂടെ അന്ന് ജോലി ചെയ്യണം. അപ്പം ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോവാം. അപ്പം ഈ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ താലപ്പൊലി ഉത്സവമാണല്ലോ സെറ്റ്, താലപ്പൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഈ 2 തിട്ടകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പലരും മറ്റേ ചേട്ടൻ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഏതോ ഫാൻസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇച്ചിരി ചാടയൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. ഞാൻ തിരിഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറയാൻ വേണ്ടി തിരികെ. അപ്പോൾ എൻ്റെ അടുത്തല്ല, എൻ്റെ കൂടെ വന്ന സീരിയൽ നടനെ കണ്ടിട്ടാണ് ഈ മറ്റേ ചാടനെ വെച്ചത്. അപ്പം അവനുമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പം ഈ പുള്ളിയെ ശ്രീധരൻ തന്നെ പറഞ്ഞത് അതിനകത്ത് വേറെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ പോകുന്ന വഴിയാണ്, ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവൻ ഈ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്ന് പറയാം, ചേട്ടാ ഒന്ന് പറയൂ, എന്താണ് ആ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിലെങ്കിലും മുഖം ഒന്ന് രജിസ്റ്റർ ആവുന്ന എവിടെയെങ്കിലും ഒന്ന് നിന്നോട്ടെ ഞാൻ. അപ്പോൾ നോക്കൂ, 350-400 എപ്പിസോഡ് മിനി സ്ക്രീനിൽ, അത് പ്രമുഖ ചാനലുകളിൽ സീരിയലിൽ അഭിനയിച്ച ഒരു നടൻ്റെ ആഗ്രഹമാണ് സിനിമയിൽ എവിടെയെങ്കിലും ഒന്ന് മുഖം കാണിക്കണം എന്നുള്ളത്. ഞാൻ അവിടുത്തെ ശ്രീധരനോട് പറഞ്ഞ അദ്ദേഹം തിരക്കിൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞു, അവിടുത്തെ വേറെ പരിചയമുള്ള അസിസ്റ്റന്റ് ഡയറക്ടറോട് പറഞ്ഞു, അവർ ഇതിൻ്റെ ക്യാമ്പസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവനെ വിളിച്ചു ക്യാമ്പസിൽ. അപ്പം ഞാൻ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ കണ്ടോ സിനിമയിൽ? ഞാൻ അത് കണ്ടില്ല. അത് സൗബിൻ ഇങ്ങനെ ക്യാമ്പസിലൂടെ നടന്നു പോകുമ്പോൾ മാവിൻ്റെ മൂലം 4 പേര് ഇരിക്കുന്ന കണ്ടോ, അതിലൊന്ന് ഞാനാണ്. അപ്പോഴാണ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹം തന്നത് എത്രയോ വലിയ വേഷമായിരുന്നു. അതിന്റെ സംവിധായകനോടും നന്ദി പറയേണ്ടി. ഉറപ്പായി അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ നടക്കില്ല. അദ്ദേഹവുമായി നമുക്ക് ഒരുപാട് പേരുടെ അടങ്ങാത്ത സ്വപ്നമാണ് ഇതേപോലെ ഉറപ്പായിട്ടും. നോക്കൂ, ശ്രീജിത്ത് ബാബുവിന്റെ ഈ സിനിമ പൈങ്കിളി സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ഈ അബാക് മീഡിയ, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അബാക് മീഡിയ ഈ ഒരു രൂപത്തിൽ കാണുന്നതിന് മുമ്പ് അബാക് മീഡിയ പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസറായി നമ്മൾ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ഞാനും ശ്രീജിത്ത് ഏട്ടനും ശ്രീകണ്ഠൻ നായരും അങ്ങനെ ഒരുപാട് പേർ പഠിച്ച ഞങ്ങളുടെ വിദ്യാലയ മുത്തശ്ശി 100ാം വയസ്സ് തികച്ചപ്പോൾ ഞങ്ങൾ നാടകം കളിക്കാൻ പ്ലാൻ ചെയ്തു. ഈ ശ്രീജിത്തേട്ടനും ഞാനും അനീഷ്, വിശാഖ, അങ്ങനെ കുറേ പേർ അവിടുത്തെ ഈ സിനിമയോടുള്ള അഭിനിവേശത്തിൽ നടക്കുന്ന കുറേ പേർ. പക്ഷെ അത് ശ്രീജിത്തേട്ടന് സിനിമയുടെ വർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഷോർട്ട് ഫിലിം ആക്കി കൺവേർട്ട് ചെയ്തു. ആ നാട്ടിലുള്ള ആളുകളെ മാത്രം അഭിനയിപ്പിച്ച് ആ നാട്ടിലുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഞങ്ങളൊരു നല്ല ഷോർട്ട് ഫിലിം, അതിൻ്റെ പേര് നാളത്തെ താരങ്ങളിൽ ഞാനും എന്നായിരുന്നു. ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ആ സിനിമ അബാക് മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ 10 പൈസ നമ്മൾ മുടക്കിയെന്നല്ല, കുറേ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലവാക്കിയിട്ട് ചെയ്തൊരു സാധനം. അന്ന് അവരിട്ട പേര്, ശ്രീധരൻ ഇട്ട പേര് നാളത്തെ താരങ്ങളിൽ ഞാനും. അതേ നാളത്തെ താരങ്ങളിൽ അദ്ദേഹം ഉണ്ട്, എങ്കിലും വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രമായി നല്ലൊരു സംവിധായകനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പൈങ്കിളി ഒരു തുടക്കമാകട്ടെ, കൂട്ടായ്മയുടെ നല്ല സിനിമകളുടെ ഒരു തുടക്കമാകട്ടെ. നല്ല സിനിമകൾ വരട്ടെ. നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് പ്രാർത്ഥനയോടെ കൂടെ നടക്കാം.